സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാം എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിഷു ആണ്. ചെറിയ രീതിയിലാണെങ്കിലും എല്ലാവരും ഹാപ്പിയായി വിഷു ഒക്കെ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. നോക്കൂ, ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് വൈകിപ്പോയി. വിഷു ആശംസകളൊക്കെ മുമ്പേ ഞാൻ നമ്മുടെ പോസ്റ്റ് ആയിട്ട് ഇട്ടിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം നേരുകയാണ്. ഈ ഒരു വിഷു ഒരു തുടക്കം, പുതിയ തുടക്കം. നമുക്കിതാ നമ്മുടെ ടെലഗ്രാമിലൂടെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. മക്കളെ, വരാൻ പോകുന്ന കേരള PSC പരീക്ഷകൾ, അത് ഏത് പരീക്ഷ ആയിക്കോട്ടെ, 10th, +2, ഡിഗ്രി ലെവൽ, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ടൈം ടേബിൾ ഉപകാരപ്പെടും. ജസ്റ്റ് നിങ്ങൾ എൻ്റെ പിറകിൽ നോക്കിക്കേ. 2 പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ട്. അപ്പോൾ അവിടെ പ്ലാൻ ബി കാണാൻ നിങ്ങൾക്ക് 25 ദിവസം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 40 ദിവസത്തെ ടൈം ടേബിൾ ആണ്. അതിനുശേഷം എങ്ങനെയാണ് പഠിക്കേണ്ടത്, പ്ലാൻ ബി എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷുവിന്റെ സമയത്ത് മകളെ വളരെ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വ്യക്തിപരമായ കാര്യം കൂടി പറയാം. എന്നിട്ട് ഞാൻ ആ കാര്യം പറയാം. അതായത് ചെറുപ്പം മുതൽ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ തൊട്ട അയൽവാസി മോഹനേട്ടനും ബാമേച്ചൊക്കെ എനിക്ക് ഇങ്ങനെ വിഷു കഴിഞ്ഞിട്ട് തരാണ്ട് അവരോട് സന്തോഷത്തിൽ തരുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് അവർ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ മാത്രമേ എനിക്ക് വിഷുക്കാലത്തുള്ളൂ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു 10 വർഷത്തിനടുത്തായി PSC ഫീൽഡിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്, ഏകദേശം ഒരു 6 വർഷത്തിന് മുകളിൽ ഓൺലൈന് പല കോഴ്സുകളും പെയ്ഡ് ബാച്ചുകളും ഒരുപാട് ഫീസ് അടച്ച് ഒരുപാട് പിള്ളേരൊക്കെ പല വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വിഷുക്കാലത്ത് ഒരു കൈനീട്ടം എന്ന രൂപത്തിൽ നമ്മുടെ കുറച്ച് പിള്ളേർ ഇന്ന് എനിക്ക് ഒരു ചെറിയ കൈനീട്ടമൊക്കെ തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവർ നൽകുന്ന സ്നേഹമാണ്. കൈനീട്ടം കിട്ടിയതിന്റെ സന്തോഷമല്ല കേട്ടോ. അതായത് അത്രത്തോളം അവരെ സ്വാധീനിക്കുന്നുണ്ട്. അവർക്ക് പഠിക്കാൻ എന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് പറഞ്ഞു, ഇങ്ങനെ വരാൻ പോകുന്ന VFA, അതുപോലെ തന്നെ ബീവറേജ് LD, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റഡി പ്ലാൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ആ ഒരു സന്തോഷം, വിഷു കഴിഞ്ഞിട്ട് കിട്ടിയ സന്തോഷം പറയാൻ കാരണം, നോക്കൂ, 2027 നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷ, ആ PSC പരീക്ഷ നിങ്ങൾ നേടിയിട്ട് ഒന്നുകിൽ ജോലി വാങ്ങുക, അല്ലെങ്കിൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ടോപ്പ് റാങ്ക് വാങ്ങുക എന്ന സിറ്റുവേഷനിലായിരിക്കണം നിങ്ങൾ അടുത്ത വർഷം വിഷു ആഘോഷിക്കേണ്ടത്. അപ്പൊ വിഷു ആഘോഷിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഇപ്പോ ഒരു കൈനീട്ടം പോലെ എനിക്ക് നിങ്ങളോട് പറയുള്ളത്, നിങ്ങളൊന്ന് അഭിപ്രായം പറയുക ഈ വീഡിയോയുടെ താഴെ. ഞാനിതാ നേടിയിരിക്കും. അത് നിങ്ങൾ എവിടെ പഠിച്ചാലും, നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷനിലോ മറ്റ് ഓഫ്ലൈൻ സെന്ററിലോ എവിടെ പഠിച്ചാലും അടുത്ത വർഷവും ഞാനിതാ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യും എന്നൊരു ദൃഢനിശ്ചയം, ഒരു ബോധ്യം ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. നമുക്ക് നേടണ്ടേ? തീർച്ചയായിട്ടും VFA വളരെ കുറച്ച് പേർക്ക് മാത്രമേ ജോലി കിട്ടൂ. ബീവറേജ് LDയുടെ കാര്യം നമുക്ക് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ കമ്പനി ബോർഡ് LGS ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 1000, 1500, 2000-നുള്ളിലൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നാൽ, ഇപ്പോഴും ഇതാ കഴിഞ്ഞ തൊഴിൽ വാർത്ത നിങ്ങൾ കണ്ടു, അത്യാവശ്യം നല്ല രൂപത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. മെയിൻ ലിസ്റ്റിനകത്തേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ജോലി ഏകദേശം ഉറപ്പാണ്. 3 വർഷമുണ്ട്. 2027 തുടക്കത്തിൽ തന്നെ പുതിയ ലിസ്റ്റ് വരും. അപ്പൊ നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSന് വേണ്ടി നമ്മൾ ഏകദേശം ഒരു വർഷമായി ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ. SCERT ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? 2 യൂട്യൂബ് ചാനലുണ്ട് നമുക്ക്. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിന്റെ ഒരു 150 ക്ലാസിന്റെ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSന്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് നൽകുന്നുണ്ട്. ഇനി കമ്പനി ബോർഡ് LGSന് അവിടെ മാറ്റി വെക്കാം. കാരണം അതിന് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഒരു ചാനലും നമ്മുടെ ടെലഗ്രാം ചാനലും LGSന് വേണ്ടി മാത്രം ക്ലാസ് നൽകുന്നതാണ്. അതിന്റെ ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യും. അപ്പൊ കമ്പനി ബോർഡ് LGS മാത്രമേ ഞാൻ നോക്കൂ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിലും ഈ വീഡിയോ കാണണ്ട, കേട്ടല്ലോ. എന്നാൽ നിങ്ങൾ 10th ലെവൽ പരീക്ഷ, മക്കളെ, ഒരിക്കലും നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് മാത്രം പഠിക്കരുത്. LGS മാത്രം എനിക്ക് മതി എന്ന് ചിന്തയുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റി വെക്കുക. ഇംഗ്ലീഷ് ഭയങ്കര പാടാണ്, മലയാളം കിട്ടില്ല, IT ഉണ്ട്, കേരള ഗവേണൻസ്, ആ ചിന്തയൊന്നും വേണ്ടടോ. നിങ്ങൾ നന്നായി ശ്രമിക്കുക കേട്ടോ. നമുക്ക് LGS നേടാം. അതോടൊപ്പം VFAയും ബീവറേജ് LDയും നന്നായിട്ട് പഠിച്ചൊന്ന് എഴുതി നോക്കേ കേട്ടോ. ആ ഒരു ചിന്ത വേണം. അപ്പൊ 2 പ്ലാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നോക്കൂ, ഇതെന്തിനാണ് ഡേറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ ഏപ്രിൽ 20-ാം തീയതി മുതൽ നമ്മുടെ ടെലഗ്രാം ചാനൽ, ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മുടെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ വരുന്ന ഏപ്രിൽ 20-ാം തീയതി മുതൽ മെയ് അവസാനം വരെയാണ് നമ്മുടെ ഈ ഒരു ടെലഗ്രാം ചാനൽ കറക്റ്റ് ഓരോ ദിവസവും ടൈം ടേബിൾ ഇട്ടിട്ട് അതിന്റെ PDF മെറ്റീരിയലും കാര്യങ്ങളും നൽകുക. അപ്പൊ ഈ പ്ലാൻ എ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. ഇതിന്റെ PDF ഇപ്പോൾ തന്നെ ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കും. കമന്റിൽ ഉണ്ടാകും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ടെലഗ്രാമിന്റെ ലിങ്ക്, അവിടെ വരിക. അപ്പൊ ഡേ 1, 2 എന്ന് ഞാൻ കൊടുക്കാൻ കാരണം, ഇത് ഒരു ദിവസം പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. 2024 നടന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ ടൈം ടേബിൾ ആയിട്ട് ഇങ്ങനെ ഒരു 100 ദിവസം കൊടുത്തിരുന്നു. അതിന്റെ ഫസ്റ്റ് സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാം.
അല്ലാത്തവരാണെങ്കിലോ മറ്റ് പ്രമുഖ ആപ്പുകളിൽ എന്നോട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ VFA ക്ലാസ് ഉണ്ടോ, ബിയോറേജലിലേക്ക് ക്ലാസ് ഉണ്ടോ വെച്ച് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോഴൊക്കെ ഞാൻ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പൊ സൗജന്യമായിട്ടാണെങ്കിലും പെയ്ഡ് ആയിട്ടാണെങ്കിലും അവരവിടെ പഠിക്കാൻ അവരോട് അങ്ങോട്ട് വിട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെയൊക്കെ പഠിക്കാം. അതോടൊപ്പം ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. നോക്കൂ, 2 ദിവസങ്ങളിലായിട്ട് ഞാൻ ഇങ്ങനെ വെക്കാൻ കാരണം, രണ്ടാമത്തെ ദിവസമാണ് എക്സാം ഞാൻ തരിക. നിങ്ങൾക്ക് എക്സാം കിട്ടും. പറ്റുന്നവർ ടെലഗ്രാം ചാനൽ വന്നിട്ട് എക്സാം ഒക്കെ എഴുതി നോക്കുക. മക്കളെ, ഇവിടെ ജനുവരി മാസം 2025 കറണ്ട് അഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതൊക്കെ. പക്ഷെ നിങ്ങൾക്കത് ജനുവരി ഏതാ ഫെബ്രുവരി ഏതാന്ന് അറിയാത്തവരുണ്ടാവും. അപ്പൊ കറണ്ട് അഫേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ ഇതുവരെ നൽകിയ ഇപ്പോൾ 13 ക്ലാസ്സുകൾ നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 13 ക്ലാസ് എടുത്തു. 150 ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് VFAക്ക് വേണ്ട കറണ്ട് അഫേഴ്സ് ഫുൾ മാർക്ക് അവിടുന്ന് കിട്ടും. ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, ബിവറേജ് എൻഡിക്ക് വേണ്ട ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ ഇത് ഫ്രീ ആണ്. നിങ്ങൾ വേറെ എവിടെയും കറണ്ട് അഫേഴ്സ് പൈസ ഒന്നും കൊടുത്ത് പഠിക്കേണ്ട. 150 ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ഫോളോ ചെയ്യുക. സ്പെഷ്യൽ ആയിട്ട് കറണ്ട് അഫേഴ്സ് റിവിഷനും മാക്സിമം എൻ്റെ ലൈവ് ക്ലാസ്സും ഒക്കെ വേണമെങ്കിൽ മാത്രം നമ്മൾ ചെറിയൊരു പൈസ വാങ്ങിയിട്ട് പെയ്ഡ് ബാച്ച് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല, അത് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഓക്കെ, അപ്പൊ അതിലേക്ക് വേണ്ട കൂട്ടുകാർ അതിൽ വരും. ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് PDF-ഉം യൂട്യൂബിലൂടെ ക്ലാസ്സും കിട്ടുന്നുണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്താൽ കറണ്ട് അഫേഴ്സ് സെറ്റാണ്. അപ്പൊ ഡേ 1 ടൈം വെച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു സമയം നിങ്ങൾക്ക് വീട്ടമ്മമാരാണ്, ജോലി ചെയ്യുന്നവർക്ക് ഈ ടൈം ഓക്കെ അല്ല. അപ്പൊ എന്ത് ചെയ്യുക? ജോലി ചെയ്യുന്നവർ ഈ സമയം നോക്കേണ്ട. അവരുടെ ഇഷ്ട സമയത്ത്, ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, വീട്ടിലെ പണി ഉണ്ടാവും, അപ്പൊ ഈ ടൈം ഒന്നും പറ്റില്ല. ഞാൻ ആദ്യം പറയുന്നത്, ഒരു ടൈം ടേബിളും ഒരു സാറുമാരും ഒരു നമ്മുടെ ആപ്പുകൾ നൽകുന്ന ടൈം ടേബിളും നമുക്കത് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ ഏപ്രിൽ 20 മുതൽ മെയ് 15 വരെ എന്ന് പറഞ്ഞു. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും 25 ദിവസം ടൈം ടേബിളാണ് സെറ്റ് 1. ഓക്കെ, ഈ 25 ദിവസം ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഞാനത് ജൂൺ 5 വരെ നീട്ടിയിട്ടുണ്ട്. പിന്നെയും ഒരുപാട് ദിവസങ്ങൾ നീട്ടി. ഇടയ്ക്ക് ബ്രേക്ക് വരും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ എനിക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ ചിലപ്പോൾ ഞാൻ ലീവ് കൊടുക്കും. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ല, അല്ലെങ്കിൽ ടൈം ടേബിൾ ഇല്ല എന്ന് പറയും. അപ്പൊ 1-2 ദിവസം അങ്ങോട്ട് നീളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ രീതിയിൽ ഇപ്പോൾ തന്നെ PDF ഒന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ച് മാറ്റാം. സമയം ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. ചിലർക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിക്കാൻ ഒരു സുഖമാണ്. അപ്പൊ രാവിലെ ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മുടെ ഇംഗ്ലീഷിലെ ടോപ്പിക്കാണ്. അത് നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ പഠിക്കണമെന്നില്ല. ഇനി ഇംഗ്ലീഷ് എങ്ങനെ കിട്ടും? ഇതിന്റെ ക്വസ്റ്റ്യൻസ്, വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും PYക്കും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ തരും. ഇംഗ്ലീഷിലൊന്നും ക്ലാസ് എടുക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കില്ല, സത്യസന്ധമായിട്ട് പറയാലോ. കാരണം വേറൊന്നുമല്ല, നമുക്ക് ടൈമില്ല. LGS, SCRT, കറണ്ട് അഫേഴ്സ് ഇത്തരം ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ ഇടണം. അല്ലാതെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരണം, എക്സാം തരണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരോടും സ്നേഹത്തോട് പറയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവസരമുണ്ട്. നിങ്ങളുടെ ഈ പ്രമുഖ ആപ്പിലുള്ള ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ടീച്ചേഴ്സ് ഇവരൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ 2022 ഇതേ ടീച്ചർ ക്വസ്റ്റ്യൻ ടാഗ് യൂട്യൂബിൽ എടുത്തിട്ടുണ്ടാവും ഒരു 5 ക്ലാസ്. 2024, 2023, 2025 ഇതേ ടീച്ചർ തന്നെ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? കേരള PSC ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതല്ലെങ്കിൽ ആർട്ടിക്കിള്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഫ്രേസൽ വെർബുകൾ പഠിക്കാൻ അങ്ങനെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഓരോന്ന് അടിച്ചിട്ട് രാവിലെ യൂട്യൂബ് എടുത്തിട്ട് ഏതെങ്കിലും അധ്യാപകരുടേത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും. യൂറോപ്യന്മാരുടെ ആഗമനം, സംഭാവന ഞാൻ നമ്മുടെ ചാനൽ എടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് എന്ത് തരും? നമ്മുടെ ടെലഗ്രാമിൽ തരും. ഇന്ത്യൻ സാമ്പത്തിക മേഖല, എക്കണോമിക്സിന്റെ ഒരു 15-16 ക്ലാസ് നമ്മുടെ ചാനലുണ്ട്. അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അതിന്റെ PDF-ഉം നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിട്ടും. ഓക്കെ, ഇവിടെ 7ാമത്തെ സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കൂ, ഇവിടെ ഞാൻ നമ്മുടെ ഓൾറെഡി മുൻ ബാച്ചിലൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ടെലഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, 7ാം ക്ലാസ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. 2-3 ചാപ്റ്റർ മിസ്സിംഗ് ആണ്, അത് ബാക്കി എടുക്കും. അപ്പൊ ആ ഒരു ചാപ്റ്ററുകളൊക്കെ പഠിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. പഠിക്കാത്തവരെന്ത് ചെയ്യുക? ഒന്ന് ആഞ്ഞു പിടിച്ചിട്ട് 2, 3, 4 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കുക. ഇതിന്റെ എല്ലാം PDF-ഉം ക്ലാസ്സും എവിടെ തരും? ടെലഗ്രാം ചാനൽ തരും. കേട്ടല്ലോ? അപ്പൊ 7ാം ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും? ഉച്ച സമയത്ത് ശരാശരി ഇതുപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, ഏതെങ്കിലും അധ്യാപകരുടെ ശരാശരി ക്ലാസ് ചെയ്യുക. ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്സിന്റെ ക്ലാസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. പറ്റുന്നവരാണെങ്കിൽ മാത്സിന്റെ ക്ലാസ്സും കാണാൻ ശ്രമിക്കുക കേട്ടോ. പരമാവധി PYQ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എളുപ്പത്തിൽ എന്നൊക്കെയുള്ള ട്രിക്കുകളൊക്കെ വെച്ച് നമുക്ക് മാത്സിന്റെ ക്ലാസ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വിവരാവകാശ നിയമമൊക്കെ മുമ്പെടുത്ത ക്ലാസ് തരുന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും പ്രിലിംസിനും മെയിൻസിനും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെയൊക്കെ ക്ലാസ് മുമ്പ് എടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ IT-യുടെ ഹാർഡ്വെയർ പഠിക്കാൻ PDF മെറ്റീരിയൽ തരും. പദശുദ്ധി, നമ്മൾ പറഞ്ഞില്ലേ മലയാളം പുസ്തകത്തിനകത്ത് ഇതെല്ലാം ഉണ്ടാകും. എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാവരും പുതിയ കുട്ടികളാണെങ്കിൽ ഒരു 3 ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം.
ഒന്നൊരു റാങ്ക് ഫയൽ, LDC മെയിൻസിന്റെ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് SCERT പുതിയ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ട് 1500 രൂപ കൊടുത്താൽ കംപ്ലീറ്റ് SCERT പൈസ ഉള്ളവർ മാത്രം വാങ്ങുക, അല്ലാത്തവർക്ക് ക്ലാസ്സും PDF ഞാൻ തരുന്നുണ്ട്. ഓക്കെ, ഞാൻ മാത്രമല്ല, നമ്മുടെ ഒരുപാട് സർവീസ് ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം അത് വാങ്ങിയാൽ മതി കേട്ടോ. മൂന്നാമത് പറ്റുമെങ്കിൽ ഒരു PYQന്റെ ബുക്ക് കൂടി വാങ്ങുക. ഓക്കെ, ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിനും മലയാളത്തിനും സെപ്പറേറ്റ് പുസ്തകങ്ങൾ, മാത്സിനൊക്കെ വാങ്ങാം. ഇത് മൂന്നും നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും. ഒന്നൊരു റാങ്ക് ഫയൽ, ഒന്നൊരു SCERT പുസ്തകം, മറ്റൊന്നൊരു PYQന്റെ ഏറ്റവും ലേറ്റസ്റ്റ് PYQന്റെ ഒരുപാട് ബുക്കുകളുണ്ട്. 100-500 രൂപ കൊടുത്താൽ കിട്ടാൻ. അപ്പോൾ ടാലന്റ്, ലക്ഷ്യ ഇവരുടെയൊക്കെ ബുക്കാണ് ഏറ്റവും ബെറ്റർ, തെറ്റ് കുറവുള്ള പുസ്തകങ്ങൾ കേട്ടോ. ഇനി അത് ചോദിക്കേണ്ട ഏത് വാങ്ങണമെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു 3 പുസ്തകം പുതിയ കുട്ടികളോടാണ് ഞാൻ പറഞ്ഞത്, ബുക്കൊന്നും ഇല്ലാത്തവരോട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് സുഖമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാൻ പറ്റും. അവിടെ പദശുദ്ധി ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറയാം യൂട്യൂബിൽ അടിച്ച് നോക്കാം. അങ്ങനെ നിങ്ങൾ 2 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തിട്ട് ആ എക്സാം എഴുതി നോക്കുക. ഇതിങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. 7ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ്, നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഇതൊക്കെ കംപ്ലീറ്റ് നമ്മുടെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഞാൻ LGS കാരെ മാറ്റി നിർത്തി. LGS മാത്രമേ ഞാൻ പഠിക്കൂ, എനിക്ക് 10th പ്രിലിംസ് കഴിഞ്ഞിട്ട് LGS മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഒന്നുകിൽ ഇതൊരു മാസം ഫോളോ ചെയ്യാം. മെയ് 18-ാം തീയതി നമുക്ക് നിലവിൽ ഒരൊറ്റ ബാച്ച് ഉണ്ട്. അത് കമ്പനി ബോർഡ് LGSന്റെ ബാച്ചാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും ചെയ്യാൻ കുറച്ച് ഫ്രീ കൊടുക്കും, പിന്നെ അത് പെയ്ഡ് ആക്കും. ഇവിടെ എക്സാം വരെ ഫ്രീ ആണ് ക്ലാസ്സുകൾ കേട്ടല്ലോ. ഈ പറഞ്ഞതൊന്നും പെയ്ഡിന്റെ കാര്യമല്ല. ഇനി ആർക്കെങ്കിലും LGSന് വേണ്ടി മാത്രം പെയ്ഡ് ബാച്ചിൽ ചേരണമെങ്കിൽ നമുക്ക് 10th പ്രിലിംസിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെയ് 18-ന്. ഓക്കെ ആണല്ലോ. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വളരെ ചെറിയൊരു എമൗണ്ട്, വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. എമൗണ്ട് ഇവിടെ പറയാത്ത തീരുമാനിച്ചിട്ടില്ല ഞാനിപ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ 100-300 താഴെ വരുന്ന ഒരു എമൗണ്ട് വെച്ച് നമുക്ക് കംപ്ലീറ്റ് പ്രിലിംസിന് വേണ്ട ഹോട്ട് ടോപ്പിക്സ് ഒരു 10-100ഓളം പ്രധാനപ്പെട്ട ടോപ്പിക്സ് അത് മാത്രം പഠിപ്പിച്ച് അത് മാത്രം PDF തന്നിട്ട് പക്ക PYQ ബേസ്ഡ് ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ അത് LGS ഫോക്കസ് ചെയ്യുന്നവർക്ക് 10th പ്രിലിംസ് നോക്കൂ, VFAക്ക് പ്രിലിംസ് എക്സാം ഇല്ല. അപ്പോൾ ഒരു 90 ദിവസത്തിനുള്ളിലുള്ള അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിലുള്ള ഒരു പ്ലാൻ ആണ് നമ്മുടെ മെയ് 18-ന്. മിക്കവാറും 60-75 ദിവസം കൊണ്ട് തീരുന്ന ഒരു ബാച്ച്, പ്രിലിംസിന്റെ ബാച്ച് ക്ലാസ് മെയ് 18-നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഞാൻ പറയാൻ കാരണം, ഇനി LGSകാര് ഞങ്ങൾക്ക് പെയ്ഡ് ബാച്ച് ഉണ്ടെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടി ഗുണമായിരുന്നു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യേണ്ട, അവർക്ക് വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നത് പരസ്യമല്ല, ഇത് 1 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. 1 മാസത്തിന് ശേഷവും നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സുകളും ടൈം ടേബിളും വീഡിയോ ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് പക്ക ടെലഗ്രാമിൽ ഒരു മെന്റർഷിപ്പ് ബാച്ചാണ് കേട്ടല്ലോ. എന്താണ് ടെലഗ്രാം മെന്റർഷിപ്പ് ബാച്ച് എന്ന് അറിയേണ്ടവർക്ക് ഒരു പക്ഷെ കമന്റ് നോക്കിയാൽ മനസ്സിലാവും. അവിടെ പഠിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, അവരൊക്കെ ഈ വീഡിയോയും കാണുന്നുണ്ടാവും, അവർ കമന്റ് ചെയ്യും. ഓക്കെ, അതൊരു പക്ക ടെലഗ്രാം മെന്റർഷിപ്പ് ബാച്ചാണ്. 10th പ്രിലിംസിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പം പറഞ്ഞ ചെറിയൊരു ഫീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മെസ്സേജ് ചോദിച്ചാൽ മതി, അപ്പോൾ ഫീസ് പറയും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഇനി ഓരോ ഡേ ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം, ഫ്രേസൽ വെർബ്, ഇതിൻ്റെയൊക്കെ PDF ഉള്ളത് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബേസിക് സയൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾ, മസ്തിഷ്കം, ഡേ 5-6 പോകുമ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഡിഫറെന്റ് പാർട്ട് ഓഫ് സ്പീച്ച് ഉണ്ട്. അതുപോലെ തന്നെ ടെൻസ് പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്ലോക്കും ശ്രേണികളുണ്ട്, ജില്ലകൾ പഠിക്കാൻ പറയുന്നുണ്ട്. സാധാരണ പലിശയും കൂട്ടുപലിശയും ഡേ 7-8 ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിക്കാൻ പറയുന്നുണ്ട്. വൈസ്രോയിമാര്, ഫിസിക്സ്, ശബ്ദം, മനുഷ്യാവകാശ കമ്മീഷണർ കേന്ദ്രവും കേരളവും പഠിക്കാൻ പറയുന്നുണ്ട്. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, പഞ്ചവത്സര പദ്ധതികൾ, അതുപോലെ തന്നെ നമ്മുടെ ഓരോന്നോരോന്നും ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചരിത്രം, ഇതൊക്കെ LDCക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ. അതുപോലെ തന്നെ രാഷ്ട്രപതിമാര്, ശിലകള്, അന്തരീക്ഷ മർദ്ദവും കാറ്റൊന്നും LGS പോലത്തെ പരീക്ഷയ്ക്ക് നമുക്ക് പൊതുവെ വേണ്ട. ഓക്കെ, കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങള്, ഋതുക്കള്, താപനില ഋതുക്കളും ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ദിവസവും നിങ്ങൾ പഠിച്ച് എക്സാം എഴുതുക. അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ദഹിച്ചോളന്നില്ല. ദഹിച്ചവർ, മനസ്സിലായവർക്ക് ഇത് ഇങ്ങനെ ഫോളോ ചെയ്യാം. 25 ദിവസം ശേഷം എന്ത് ചെയ്യും? 25 ദിവസം അല്ലെങ്കിൽ അത് നീട്ടി നമുക്ക് ജൂൺ 5 വരെ കൊണ്ടുപോകാം. നിങ്ങളൊരു ജൂൺ 5 വരെയൊക്കെ പോയിട്ട് ഇത് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, പിന്നെ നിങ്ങളെ പിറകിൽ ആരും നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജൂൺ 5 വരെ ഈ പറഞ്ഞ പ്രോപ്പറായിട്ട് 25 ദിവസത്തെ എക്സാം എഴുതി, 25 ദിവസം എന്ന് പറഞ്ഞാൽ 50, നമ്മൾ ഈ പറഞ്ഞ ഒരു 2 ദിവസം വെച്ചിട്ടോ, അതൊരു പക്ഷെ 50 ദിവസം കൊണ്ടാണ് നിങ്ങൾ തീർക്കുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ ആ എക്സാം ഒക്കെ എഴുതി ഇത്രയും പോർഷൻ നന്നായി പഠിച്ചു എന്ന് കരുതുക. അതിന്റെ റിവിഷൻ എങ്ങനെയാണെന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ റിവിഷൻ വരുന്നുണ്ട്. റിവിഷൻ ശനി ഞായർ ദിവസങ്ങളിൽ റിവിഷൻ ഉണ്ടാവും. ഇവിടെ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണ്?
കറക്റ്റ് 25 ദിവസം കൊണ്ടല്ല ഇത് തീർക്കുന്നത്, 50 ദിവസം കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് റിവിഷൻ ഉൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി നിങ്ങൾ നന്നായി പഠിച്ച് ഇപ്പൊ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ VFA എക്സാമിന് ഡേറ്റ് ഇല്ല, ജൂലൈ മാസത്തിലും VFA എക്സാം ഉണ്ടാവില്ല. ഓക്കെ ആണേ, എക്സാം പ്രിലിംസ് ഇല്ലാത്തതുകൊണ്ട് VFA നിങ്ങൾക്ക് വരാൻ പോകുന്ന ജൂൺ ജൂലൈക്ക് ശേഷമാണ്. ഇപ്പൊ ജൂൺ ജൂലൈ മാസങ്ങൾ മഴക്കാലാണ്, സ്കൂളൊക്കെ തുറന്നു. ഈ സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഉറപ്പാണ്, വെറുതെ പറയില്ല, നമ്മൾ ഇലക്ഷനൊക്കെ പറയുന്നവരില്ല. നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ പിന്നീട് ഞാൻ ടൈം ടേബിൾ ഒരുമിച്ച് അങ്ങോട്ട് തരും, 60 ദിവസത്തെ. കഴിഞ്ഞ വർഷം കൊടുത്ത ടൈം ടേബിളാണ്, അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയത് ഉണ്ടാക്കി തരുമൊന്നുമല്ല. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAക്ക് പഠിച്ച പിള്ളേർ, ASMന് പഠിച്ച പിള്ളേരുടെ ആ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് അങ്ങോട്ട് തരും, സെറ്റ് ചെയ്തിട്ട് 60 ദിവസം കൂടി ബാക്കിയുള്ളത് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതിന്റെ എക്സാം ഇതുപോലെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, VFAക്കോ ബീവറേജ് ജില്ലയ്ക്കോ നമുക്ക് ബാച്ച് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഇംഗ്ലീഷും മലയാളവും മാത്സ് ഉൾപ്പെടെ ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മക്കളെ അടുത്ത വർഷം നിങ്ങൾ ജോലിയിലെത്തും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി പ്ലാൻ ബി നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്ത ഒരു പ്ലാൻ ആയിരുന്നു മറ്റൊരു ബാച്ചിൽ. ഇത് ചിലർക്കൊക്കെ ക്ലിക്ക് ആവും, ചിലർക്ക് ഇത് ക്ലിക്ക് ആവില്ല. ഇങ്ങനെ കാണുമ്പം ചിലർക്ക് ഭയങ്കര ടെൻഷൻ, ഇതിപ്പോൾ എങ്ങനെ പഠിക്കൂ, 11 മണിക്ക് ഞാൻ ലായനി പഠിക്കണ്ടേ, സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യവാക്ക് പഠിക്കണ്ടേ, ഭൂമിശാസ്ത്രം മാപ്പുകളൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ ചിലർക്ക് ടെൻഷനാണ്. അപ്പോൾ അത് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, തിങ്കളാഴ്ച രാവിലെ 5:30 മുതൽ എണീറ്റ് പഠിക്കുകയാണെങ്കിൽ ഉച്ച വരെ, ഭക്ഷണത്തിനൊക്കെ മുമ്പ് വരെ നിങ്ങൾക്ക് CA, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇവിടെയാണ് VFA ബീവറേജ് ജില്ലയുടെ റാങ്ക് നിർണ്ണയിക്കുക. ഇത് നന്നായി കയ്യിൽ ഉള്ളിലുള്ളൊരു കുട്ടിക്ക് ഇത് അവന് സെറ്റ് ആണെങ്കിൽ അവൻ്റെ കാര്യം നോക്കണ്ട, അവൻ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരും. CA, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഇത് നിങ്ങൾ ഉച്ചവരെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മുടെ സിലബസ് നോക്കിയിട്ട്, സിലബസ് ഞാൻ തരാം, ഈ PDF-ലുണ്ട്, അത് വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഇങ്ങനെ ടിക്കിട്ട് പഠിക്കുക. ഇതൊക്കെ അങ്ങനെ പറ്റുന്നവരുടെ കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ചയും, ഈ തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഒക്കെ സുപ്രധാന നിയമങ്ങൾ പഠിക്കുക, പഠിച്ച് റിവിഷൻ ചെയ്യുക. ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ SC ST ഈ പറയുന്ന ആക്ട്, അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഗാർഹിക പീഡന നിരോധനം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ, കുട്ടികളുമായി പോക്സോ പോലുള്ള കാര്യങ്ങൾ, ഇത് ഭരണഘടന, ഇങ്ങനത്തെ തുടങ്ങിയ സിവിക്സ് ആണ് നമ്മൾ തിങ്കളാഴ്ച പഠിക്കേണ്ടത്. നോക്കൂ, ഇതിന്റെ എക്സാം നമ്മൾ അതുപോലെ എഴുതി നോക്കണേ. എക്സാം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി, കമന്റ് ചെയ്താൽ മതി ഏതാണ് ബെറ്റർ ആയ ഓപ്ഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരുപാട് സോഴ്സ് കിട്ടാണ്ട് ഇപ്പോൾ പരീക്ഷകൾ എഴുതി നോക്കാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ അടിച്ചാൽ മതി. അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് എക്സാമുകളൊക്കെ കിട്ടും. അതൊക്കെ വേണമെങ്കിൽ എഴുതി നോക്കാം. ഒരുപാട് ആപ്പുകളിൽ എക്സാം ഉണ്ട്, അത് എഴുതി നോക്കാം. ഇപ്പൊ ചൊവ്വാഴ്ച വരികയാണെങ്കിൽ ചൊവ്വാഴ്ച ഇതുപോലെ നിങ്ങൾ എക്കണോമിക്സും ചരിത്രവും നിങ്ങൾ ഇതുപോലെ പഠിക്കുക. ഇത് ഞാൻ മാർക്ക് വെച്ചിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ ദിവസം കൊടുത്തതാണ് ഉച്ചയ്ക്ക് ശേഷം. ബുധനാഴ്ചയിലേക്ക് വരുമ്പോൾ ഭൂമിശാസ്ത്രം, അതിനകത്ത് കേരളവും ഇന്ത്യയും വേൾഡും പഠിച്ചെടുക്കണം. വ്യാഴാഴ്ചയിലേക്ക് പോകുന്ന സമയത്ത് കലാ, കായിക, സാഹിത്യ, സാംസ്കാരികവും പൊതുജനാരോഗ്യവും ബയോളജിയും. പിന്നീട് വെള്ളിയാഴ്ചയ്ക്ക് പോകുന്ന സമയത്ത് കമ്പ്യൂട്ടറും ഫിസിക്സും കെമിസ്ട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ടും ഓരോ മാസം, ഒരു 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ നമുക്ക് സിലബസ് തീർക്കാൻ പറ്റും. ഇതാണ് ഇംഗ്ലീഷിന്റെ നമുക്ക് പഠിച്ചെടുക്കേണ്ട സിലബസിലെ ഭാഗങ്ങൾ. അത് നിങ്ങൾ അതുപോലെ നോട്ട് ചെയ്ത് എഴുതുക. മലയാളം വളരെ കുറച്ചേ ഉള്ളൂ, അത് വൃത്തിക്ക് പഠിക്കുക, 10 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ മാത്സും നോക്കൂ, വെറും 10 ഉള്ളൂ കേട്ടോ. എവിടാ, നമ്മൾ ഈ പറയുന്ന VFA അല്ലെങ്കിൽ ബീവറേജ് ജില്ലയ്ക്ക് 10 മാർക്കേ ഉള്ളൂ. കണക്ക് പ്രയാസമുള്ള ആളുകൾക്ക് വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ശനി ഞായർ ഏത് ടൈം ടേബിൾ ഫോളോ ചെയ്താലും ശനി ഞായർ ദിവസം റിവിഷന് വേണ്ടി ഉപയോഗിക്കുക കേട്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ശനിയാഴ്ച റിവിഷൻ പറയുന്നത്. എക്സാമുകളൊക്കെ ഒരുപാട് തൊഴിൽ വാർത്ത എക്സാമുകൾ ഉണ്ടാവും, അത് എടുത്തത് എല്ലാ ആഴ്ചയും തൊഴിൽ വാർത്തയിൽ എക്സാമുകൾ എഴുതി നോക്കുക, മറ്റേ ആപ്പുകളിലുള്ള എക്സാം എഴുതി നോക്കുക, PYക്ക് ഒരുപാട് ചെയ്തു നോക്കുക, സൺഡേ റിവിഷൻ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ടൈം ടേബിൾ ആണെങ്കിലും VFA ബീവറേജ് LD ഉൾപ്പെടെ 10th ലെവൽ പരീക്ഷകൾക്കുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളായി ടൈം ടേബിൾ ഉള്ളത് നിങ്ങളെല്ലാം കമന്റ് ചെയ്തോളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ നോക്കണ്ട. ഞാൻ ബാച്ചിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്, പരസ്യത്തിന് വേണ്ടിയിട്ടല്ല. എനിക്കൊരു 10,250 പിള്ളേര് നിലവിൽ കമ്പനി ബോർഡ് LGSന്റെ ബാച്ചിലുണ്ട്. അടുത്ത വർഷം എക്സാം കഴിയുമ്പോൾ കമ്പനി ബോർഡ് LGSൽ 500 പേര് ഞങ്ങളുടെ ബാച്ചിലുള്ളവരായിരിക്കും. അത് ഉറപ്പാണ്. ഇപ്പോൾ ഒരു 250-300 പേര് ഞാൻ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്, അവർ നന്നായി പഠിക്കുന്നുണ്ട്. അവരൊക്കെ ഇത് കമന്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവർ കാണുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വിഷുവിന് വന്നിട്ട് ഇതാ ജോലി കിട്ടി, റാങ്ക് എൻ്റെ ഇതാണെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ. ഇനി ബാക്കി 250 പേരെയും കൂടിയും പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പ്രിലിംസിന് വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ May 18-ലാണ്. അതിനിപ്പോഴേ മെസ്സേജ് ഒന്നും അയക്കേണ്ട, ഞാനതാ പറഞ്ഞ ഫീസൊന്നും തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ ഇത് ഫോളോ ചെയ്തിട്ട് പറ്റുന്നവർ 10th ലെവൽ മെയിൻസിന് ആവശ്യമുള്ളവർ ഫോളോ ചെയ്ത് പഠിക്കുക. പിന്നെ കറണ്ട് അഫേഴ്സ് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഈ വിഷുവിന് ശേഷം
രാവിലെ 5:30 മുതൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കറണ്ട് അഫയേഴ്സ് റിവിഷൻ ചെയ്തൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്കുണ്ടെങ്കിൽ 5:30 അല്ല, ഒരു 6 മണിക്കാണ് ഉണ്ടാവുക. ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ രാവിലെ 6 മണി, 5:45, 6 മണി ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂർ എല്ലാ ദിവസവും അല്ല, തിങ്കൾ ടു വെള്ളി വരെ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച് ഉണ്ട്. അതിനകത്ത് വേണമെങ്കിൽ 100-300 രൂപ കൊടുത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 6 മാസത്തേക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുകൂടി പറയാണ്. ഇതൊരു പരസ്യമായിട്ട് കരുതിക്കോളൂ. സി എ ബാച്ച് വർഷങ്ങളായി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ ടൈം ടേബിൾ ഫ്രീ ആയിട്ട് കൊടുക്കും. എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറയുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.